Hi guys, welcome back to my YouTube channel. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ വന്നേക്കാണ് വാഴയില വെട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് മീൻ പൊളിച്ചാണ് സ്പെഷ്യൽ ഉച്ചക്കത്തെ ലഞ്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ കാട്ടിലാണ് കേട്ടോ, മലേഷ്യയിലെ കാടുകളിലാണ് എനിക്കിപ്പം പണി. അവിടുന്ന് ഇല വെട്ടാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, വരൂ. വാഴയില നോക്കുന്നു, വാഴയില. എനിക്കൊരു പച്ചപ്പപ്പായ വേണമായിരുന്നു. ഇപ്പൊ വേണ്ട, പിന്നെ എടുക്കാം. മീൻ പൊളിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതിന് വാഴയില എടുക്കാൻ വേണ്ടി വന്നതാണ്. മോഷണം ഒരു കലയാണ്. കലയല്ല, കൊല. നല്ല സൂപ്പർ സിലോപ്പിയ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രഷ് ആണ് കേട്ടോ. ദേ അടിപൊളി. ദേ കണ്ടോ, നല്ല സമാന്നിരിക്കുന്നു. കണ്ടോ, അടിപൊളി ഫ്രഷ് ആണ്. ഞാൻ കരിമീൻ കിട്ടിയില്ല. ഇതിനെ ഞങ്ങൾ കരിമീനായിട്ട് അങ്ങ് സങ്കല്പിച്ച് കഴിക്കും. സാധാരണ കരിമീൻ പൊള്ളി അങ്ങോട്ട് കുറുങ്ങ കരിമീന്. ഈ വെള്ളത്തിനകത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. ഈ സാധനം ചെതുമ്പല് കളയ സൂപ്പറാണ്. വെള്ളത്തിനകത്ത് വെച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ തെറിക്കത്തില്ല കേട്ടോ. എന്താണ് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നാടിയായിരുന്നു ഓർക്കുന്നില്ല. അത്യാവശ്യം കട്ടിയുള്ള മീനാണ് കേട്ടോ സിലോപ്പിയ. യെസ്, ഉപകാരമേ തന്ന ഉപകാരം. എനിക്കിത് വെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെസ്, ശക്തിയില്ല. ദേ മീനൊക്കെ വെട്ടി സെറ്റാക്കി. ഇനി ഇച്ചിരി ഉപ്പ് ഇടും. നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അങ്ങോട്ട് മൺചട്ടിക്കകത്തോട്ട് അല്ലെങ്കിൽ കല്ലിലോട്ടിട്ട് നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇവിടെ പക്ഷെ പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്യാൻ. ഇതിനകത്ത് ചേർക്കേണ്ട മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതിനുശേഷം ബെസ്റ്റ് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി അധികം ചേർക്കണമെന്നാണ് ഒരു ഷെഫ് പറഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക മീനിനകത്ത്. ഇച്ചിരി വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ മറന്നുപോയത്. നല്ല നാരങ്ങ നീരല്ല, വിനാഗിരി ചേർത്താൽ മതി.
ഇനി നമുക്ക് മീൻ വറക്കാം. അപ്പം ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനി വറക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ മീനുള്ള മസാല റെഡിയാക്കാം. ഓക്കെ, അപ്പം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് അത്രയും നല്ലത് കേട്ടോ. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർക്കുന്നതെന്ന് തോന്നും. ഇച്ചിരി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്ല സോറി, ഇഞ്ചി ചേർത്തില്ല കേട്ടോ, മറന്നുപോയി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഇച്ചിരി മുളക് പൊടി, ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, തുള്ളി ഇച്ചിരി മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളി 2 എണ്ണം. വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം, തേങ്ങാപ്പാൽ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വാഴയിലക്കകത്ത് ഈ അരപ്പ് വെച്ച് കൊടുക്കാം. തക്കാളി വെക്കുക. എന്നിട്ട് വാഴയിൽ വെച്ചിട്ട് മടക്കുക.
എന്നിട്ട് കെട്ടുക. നല്ല ചൂടാണ് ഗൈസ്. എന്നിട്ട് ആ പാനിനകത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. കാണിക്കുന്നത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം മീനെടുത്ത് അതിനകത്തോട്ടിടുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. വിയർത്ത് കുളിച്ചു. അതിഭീകരമായ ചൂടാണ് മലേഷ്യയിൽ. എന്നിട്ട് ഇങ്ങനെ പൊളിക്കുക. ആഹാ, പൊളിച്ചാണ് ഉണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ആഹാ, നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു. നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തിരക്കായി കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നേക്ക്. ടാറ്റാ, ബൈ, സീ യു.